നമസ്കാരം. ഈ കാലാവസ്ഥാ പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇന്ന് ആദ്യം പറയാനുള്ളത്. കാരണം നമ്മൾ വലിയ രീതിയിൽ തന്നെ കാലാവസ്ഥാ മാറ്റങ്ങളുടെ വെല്ലുവിളി അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഇത് സമീപകാലത്തൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. അതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ ഏറെയാണ്. നമ്മുടെ കാർഷിക കലണ്ടർ പോലും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള വാദഗതി നമ്മുടെ ഇടയിലും വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 2 വർഷം മുമ്പ് നമ്മൾ അനുഭവിച്ച വലിയ ഒരു കാലാവസ്ഥാ വെല്ലുവിളിയായിരുന്നു എൽ നിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അതായത് കടുത്ത വേനൽ നമ്മൾ എൽ നിനോ കാലത്ത് നേരിട്ടിട്ടുണ്ട്. വലിയ രീതിയിൽ ജലാശയങ്ങൾ വറ്റി വരളുന്നത്, അതേപോലെ വേനൽ ചൂട് കൂടിയതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ, സൂര്യാഘാതം, പക്ഷിമൃഗാദികൾ വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ ചത്തു വീഴുന്ന അവസ്ഥ, അതേപോലെ വലിയ രീതിയിലുള്ള കാട്ടുതീ, അത് ലോകത്തിൻ്റെ പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്തു. അത് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. നമ്മുടെ കേരളത്തിൽ പോലും നമ്മുടെ ചില വനങ്ങളിൽ തീപിടുത്തം ഉണ്ടായതായി ആ സമയത്തൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഈ എൽ നിനോ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൻ്റെ നേരെ വിപരീതമുള്ള ലാ നിന എന്ന് പറയുന്ന മറ്റൊരു കാലാവസ്ഥാ പ്രതിഭാസവും നമ്മളെ തേടി എത്തുകയാണ്. ഈ എൽ നിനോ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ചൂടാണ് പ്രശ്നമെങ്കിൽ അതിൻ്റെ വിപരീത സ്വഭാവമുള്ളതാണ് ലാ നിന. അതായത് ഇത് പരസ്പരം ഏകദേശം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണെങ്കിലും ഈ എൽ നിനോയെ അപേക്ഷിച്ച് ലാ നിന അങ്ങനെ ആവർത്തന സ്വഭാവമുള്ള ഒരു കാലാവസ്ഥ പ്രതിഭാസമല്ല. ഈ എൽ നിനോ എന്ന് പറയുന്നത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ലാ നിനയ്ക്ക്, ഈ തണുപ്പ് കാലാവസ്ഥയ്ക്ക് അങ്ങനെ കൃത്യമായ ഇടവേളകളില്ല. അത് ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ്. പറയപ്പെടുന്നത് നമ്മുടെ ഈ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കുക, അതിൽ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പസഫിക് സമുദ്രം, അവിടുത്തെ വെള്ളത്തിൻ്റെ താപനില ക്രമാതീതമായി താഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തണുപ്പ്, ഐസ് അടിഞ്ഞു കൂടുക, ആ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് മറ്റ് ഭൂപ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നു. അങ്ങനെ അവിടെ എല്ലായിടത്തും തണുപ്പ്, ശൈത്യം അതിശൈത്യമാകുന്നു ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ ലാ നിന പ്രതിഭാസം എന്ന് വിശേഷിപ്പിക്കുക. വരുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ ശൈത്യതരംഗം, ഇന്ത്യ അടക്കമുള്ള മേഖലകളിൽ ശൈത്യതരംഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വർഷം നമുക്ക് പൊതുവെ താപനില കുറവാണ്. കാര്യം 2 വർഷം മുമ്പാണ് ഈ എൽ നിനോ പ്രതിഭാസം വന്ന് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു വരൾച്ച നേരിട്ടത്. പക്ഷേ ഈ വർഷം നമുക്ക് അങ്ങനെ വരൾച്ചയുടെ വലിയ ആഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു മൺസൂണുമാണ് കടന്നു പോകുന്നത്. അപ്പോൾ പൊതുവെ ഒരു ശാന്ത സ്വഭാവത്തിലാണ് പോകുന്നത്. അപ്പോൾ പൊതുവെ ഇപ്പോൾ നമുക്ക് ചൂട് കുറവാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. കാരണം വേനൽ വലിയ ആഘാതമില്ലാതെ കടന്നുപോയി. മൺസൂൺ കാലവും അത്ര മോശമല്ലാത്ത ഒരു മൺസൂൺ നമുക്കുണ്ടായി. ഇപ്പോൾ അതിൻ്റെ തുടർച്ച, ആ ഒരു കാലാവസ്ഥ, താപനില കുറഞ്ഞു നിൽക്കുന്നതിൻ്റെ തുടർച്ച നമ്മുടെ വരുന്ന ശൈത്യകാലം, നമ്മൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആണല്ലോ നമ്മുടെ മഞ്ഞുകാലമായി കണക്കാക്കുന്നത്. ആ സമയത്തും വലിയ രീതിയിൽ നേരത്തെ അനുഭവപ്പെട്ടതിനേക്കാൾ ഉയർന്ന തോതിലുള്ള തണുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിലെ നാഷണൽ വെതർ സർവീസസ് ക്ലൈമറ്റ് പ്രഡിക്ഷൻ സെൻറ്റർ അവരുടെ ഒരു അനുമാന പ്രകാരം കഴിഞ്ഞ സെപ്റ്റംബർ 11 അവർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ ലാ നിന എന്ന് പറയുന്ന ഈ തണുപ്പ് കാലാവസ്ഥ വരുന്ന ഒക്ടോബർ ഡിസംബർ മാസങ്ങൾ, അതായത് അടുത്ത മാസം മുതൽ ഡിസംബർ വരെ ഉള്ള സമയപരിധിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. പിന്നീട് അവർ ആ ഒരു പ്രഖ്യാപനം ഒന്ന് പരിഷ്കരിച്ചിട്ട് ഡിസംബർ ഫെബ്രുവരി മാസത്തേക്ക് അത് നീട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ മഞ്ഞുകാലം അനുഭവിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ ഈ ലാ നിന എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉള്ള കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് നേരത്തെ അനുഭവമുള്ളതാണ്. നമ്മുടെ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ശൈത്യം അതിശൈത്യമായി മാറുമ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടെ ഈ സാധാരണക്കാർ, അടച്ചുറപ്പുള്ള വീടില്ലാത്ത സാധാരണക്കാരടക്കമുള്ളവർ വഴിയോരങ്ങളിലാണ് കഴിയുന്നത്. അവർ തണുത്തു മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അവിടെ വാഹന ഗതാഗതം, ഈ കാഴ്ച മറയുന്ന തരത്തിൽ മഞ്ഞ് ഉള്ളപ്പോൾ വാഹന ഗതാഗതം ദുഷ്കരമാകും. ഇതുകൂടാതെ ഡൽഹി നമുക്കറിയാവുന്നതാണല്ലോ, അവിടെ മലിനീകരണ തോത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പുകമഞ്ഞ് ഒരു പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിൽ വാഹന ഗതാഗതത്തെ അത് ബാധിക്കും. റെയിൽ, വിമാന സർവീസുകളെയും കാര്യമായി ഈ മഞ്ഞ് വലിയ രീതിയിൽ ഉണ്ടായാൽ അത് ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്.
അതുമാത്രമല്ല വലിയ രീതിയിലുള്ളൊരു ആശങ്കയും ഇതുമായിട്ടുമുണ്ട്. സുരക്ഷാ ഭീഷണി, കാരണം ഏറിയ പങ്കും വളരെ ഇരുണ്ട് കിടക്കുന്ന ഒരു സമയം, അത് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ വലിയ സുരക്ഷാ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കേരളത്തിലും നമ്മുടെ ഈ തണുത്ത കാലാവസ്ഥ അല്ലെങ്കിൽ മഞ്ഞ് അതിരൂക്ഷമാകുന്നത് വലിയ വെല്ലുവിളി ഉണ്ടാകും. സാധാരണ നമുക്ക് മഞ്ഞ് അത്ര വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കാറില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ വലച്ചിട്ടുള്ളത് വേനൽക്കാലവും അതേപോലെ തന്നെ മഴക്കാലമാണ്. മഞ്ഞുകാലം നമ്മളെ സംബന്ധിച്ചൊരു ആശ്വാസ പദ്ധതിയാണ്. പക്ഷേ ഈ മൂന്നാർ പോലെയുള്ള മേഖലകളിലെല്ലാം തന്നെ ഈ മഞ്ഞുകാലത്ത് വലിയ രീതിയിൽ താപനില താഴേക്ക് പോയി ഏതാണ്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വരെ എത്തിയതായി ഇടയ്ക്കൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടാതെ ഈ ലാനിന കൂടി വരികയാണെങ്കിൽ മൂന്നാർ പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ മഞ്ഞ് വീഴ്ച, നമ്മൾ കാശ്മീരിലൊക്കെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ അതിന് സമാനമായ മഞ്ഞ് വീഴ്ച മൂന്നാറിലോ മറ്റോ കണ്ടാൽ അത്ഭുതപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ ഈ മഞ്ഞുകാലം നമ്മളെ സംബന്ധിച്ച് വളരെ തണുപ്പാണല്ലോ, ഇത്തിരി മൂടിപ്പുതച്ച് കിടന്നാൽ മതി എന്ന് നമ്മൾ പൊതുവെ ചിന്തിച്ചെങ്കിൽ കേരളത്തിലുള്ളവർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. കാരണം ഈ മഞ്ഞ് അതും ഒരു കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. അതും നമ്മുടെ കൃഷിയെ വലിയ രീതിയിൽ സാരമായി ബാധിക്കും. കാരണം നമ്മുടെ കാർഷിക മേഖല അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങളെല്ലാം തന്നെ തെർമോ സെൻസിറ്റീവാണ്. അതായത് കാലാവസ്ഥയെ അനുസരിച്ചുള്ള നമ്മൾ മഞ്ഞും മഴയും വേനലും അടിസ്ഥാനമാക്കി കൃഷി ചെയ്യുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ ഒരിക്കലും ഒരു പൂർണ്ണമായ ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറയണ്ടല്ലോ, ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആ ഒരു വിഭാഗം നന്നേ കുറവാണ്. അതായത് ഒരു ഷെഡിനകത്ത് കൃഷി ചെയ്യുന്ന നിയന്ത്രിതമായ സാഹചര്യങ്ങൾ ഒരുക്കി കൃഷി ചെയ്യുന്ന രീതിയുണ്ടല്ലോ, ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള വ്യാവസായിക കൃഷികൾ കേരളത്തിൽ കുറവാണ്. നമ്മൾ പൊതുവെ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന മഞ്ഞ് വലിയ രീതിയിൽ ഉണ്ടായാൽ, പ്രത്യേകിച്ചും ഈ കുരുമുളക്, കാപ്പി, കൊക്കോ തുടങ്ങിയ ഇനങ്ങളുടെ കായ്ഫലം അല്ലെങ്കിൽ അതിൻ്റെ ആദായം കുറയാനുള്ള സാധ്യത മഞ്ഞ് തീവ്രത കൂടിയാൽ ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ട്. അതേപോലെ നമ്മുടെ പഴവർഗ്ഗങ്ങൾ, ചക്ക, മാങ്ങ മുതലായ പഴവർഗ്ഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ കായ്ഫലം കൂട്ടാൻ മഞ്ഞ് സഹായകരമാണ്. പക്ഷേ അത് വിളവെത്തി പാകമായി പഴുത്ത് കിട്ടുക എന്നുള്ളൊരു ഘടകമുണ്ടല്ലോ, നമ്മുടെ വിപണി അതിനെ ആശ്രയിച്ചാണ്. കറക്റ്റ് അത് ആഗ്രഹിക്കുന്ന സമയത്ത് അത് വിളവെത്തിയാലല്ലേ നമുക്ക് വിപണിയിൽ അത് കൃത്യസമയത്ത് എത്തിച്ച് അതിൻ്റെ ആദായം കിട്ടുകയുള്ളൂ. പക്ഷേ അത് ഈ മഞ്ഞ് കൂടിയാൽ അതിൻ്റെ അതുകൊണ്ടുള്ള പ്രയോജനം പൂർണ്ണമായി നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതേപോലെ തന്നെ നമ്മുടെ നെൽകൃഷി, മുണ്ടകൻ, പുഞ്ച നെൽകൃഷി ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് താപനില വർദ്ധിച്ചാൽ, ഏതാണ്ട് 1% താപനില വർദ്ധിച്ചാൽ പോലും അതിൻ്റെ നമ്മുടെ ഫലപ്രാപ്തി 10% കുറയും എന്നുള്ളതാണ് നിലവിലെ കണക്ക്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി, ലാനിനയുടെ ഭാഗമായി തണുപ്പ് കൂടിയാൽ അപ്പോഴും വെല്ലുവിളിയുണ്ട്. കാരണം കീടബാധ വലിയ രീതിയിൽ നെൽകൃഷിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഉയർന്ന താപനില ഉള്ളപ്പോഴാണ് കീടബാധ കുറയുന്നത്. പക്ഷേ കീടങ്ങൾക്ക് പെരുകാനുള്ള അനുകൂല സാഹചര്യം ഉള്ളപ്പോൾ കീടബാധ നെൽകൃഷിയെ വലിയ രീതിയിൽ ബാധിക്കും. അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്ത്, നമ്മുടെ കടലിലെയും കായലിലെയുള്ള മത്സ്യസമ്പത്ത്, അതിൻ്റെ പ്രജനനം, വ്യാപനം, ഇതിനെയൊക്കെ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കും. വെള്ളത്തിൻ്റെ താപനില താഴ്ന്നു പോയാൽ ഒരു പക്ഷേ പ്രത്യേകിച്ചും നമ്മുടെ സമുദ്രമേഖലയിലെ മത്സ്യസമ്പത്ത് അത് അവർക്ക് അനുയോജ്യമായ മറ്റിടങ്ങൾ തേടി കൂട്ടത്തോടെ പോകാൻ സാധ്യതയുണ്ട്. മുമ്പ് നമുക്ക് അനുഭവമുള്ളതാണല്ലോ, ഈ കേരള തീരത്ത് മത്തിയുടെ ലഭ്യത കാര്യമായി കുറഞ്ഞതായിട്ടുള്ള വാർത്തകൾ മുമ്പ് നമ്മുടെ കണ്ടിട്ടുള്ളതാണ്. സമാനമായ സാഹചര്യം ഈ ലാനിന കാലത്തും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇനി കുറച്ചുകൂടി കടന്ന് ചിന്തിച്ചാൽ ഈ ഹൈറേഞ്ച് മേഖലകളിലുള്ള ജലവിതരണ പൈപ്പുകൾ, ഈ മഞ്ഞിനെ തുടർന്ന് അവിടെ ആ പൈപ്പിനുള്ളിൽ ഐസ് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് സങ്കല്പിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ വ്യാപകമായ കുടിവെള്ള വിതരണ പദ്ധതികളെ പോലും ഈ ലാനിന ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കായിരിക്കും. കാരണം ഈ മഞ്ഞ് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പകർച്ചപ്പനി, അതേപോലെയുള്ള പ്രശ്നങ്ങൾ, ജലദോഷം, പിന്നെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ മഞ്ഞ് കൂടിയാൽ തീർച്ചയായിട്ടും ശ്വാസതടസ്സം പോലെയുള്ള, വലിവ്, വിമ്മിഷ്ടം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തണുപ്പുകാലം എന്നത് നമ്മളെ സംബന്ധിച്ച് അത്ര സുഖകരമായിരിക്കുക. ഒരു 2-3 മാസം കൂടി ഉണ്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങുക.